രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു എന്നുള്ള ഒറ്റ പേരിൽ നിയമ നടപടികൾ നേരിടുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ മണ്ടനായി പോയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവർ ഇത് മുഴുവൻ റേപ്പും പീഡനമാണെന്ന് പറയും. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവർ ഇത് മുഴുവൻ ഹണി ട്രാപ്പാന്ന് പറയും. സത്യം ഇത് രണ്ടുമല്ല, സത്യം ഇതിന്റെ നടുക്ക് എവിടെയുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. രണ്ടാമത്തെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു. മൂന്നാമത്തെ പരാതിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയത്. ഹൈക്കോടതിയിൽ നിന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് നിരീക്ഷണങ്ങൾ. നമ്മുടെ നാട്ടിൽ ഈ സത്യവും നീതിയും നിലനിൽക്കാൻ നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്നുള്ളതാണ്. മോയ്സ്ചറൈസർ, ഗോട്ട് മിൽക്ക് ഷാമ്പു, ഇതുപോലെ പല സാധനങ്ങളും ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. എന്നാലും പീഡിപ്പിക്കാൻ പോകുന്ന ഒരാൾക്ക് ഗോട്ട് മിൽക്ക് ഷാമ്പുവും ഈ മോയ്സ്ചറൈസറും ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ആൺകുട്ടികൾ ആസിഡ് എടുത്ത് ഒഴിക്കുന്നത് പോലെ പെൺകുട്ടികൾ എടുത്ത് വ്യാജ പരാതി എടുത്ത് ഒഴിക്കുകയാണ്. ഇതേ വ്യത്യാസമുള്ളൂ. ആ പെൺകുട്ടി മാരീഡാണ്. ആ പെൺകുട്ടിക്ക് ഒരുപക്ഷെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ കാണാം, എന്തെങ്കിലും ഇഷ്യൂസ് കാണാം. അപ്പോൾ ആ പെൺകുട്ടി മറ്റൊരാളുമായിട്ട് ഒരു ഇൻറ്റിമസി സീക്ക് ചെയ്തതായിരിക്കാം. രാഹുലും അങ്ങനെ ഇൻറ്റിമസി സീക്ക് ചെയ്തതായിരിക്കാം. ഇവരുടെ ഇടയിലുള്ള പ്രൈവറ്റ് വുമൻസും പ്രൈവറ്റ് അഫെയറും ക്രിമിനലൈസ് ചെയ്യരുത്. CPM MLA ആണ് മുകേഷ് ഏട്ടൻ, അല്ലെങ്കിൽ ശ്രീ മുകേഷ് MLA യാതൊരു കാര്യവുമില്ലാതെയാണ് നമ്മുടെ നാട്ടുകാർ ആക്രമിക്കുന്നത്. രണ്ട് അടി കിട്ടിയാൽ നമുക്കത് ഹൈലൈറ്റ് ചെയ്യണം, നമുക്ക് അതിൻ്റെ മേലിലൊരു പഞ്ച് ഡയലോഗ് അടിക്കണം എന്ന്. ദീപകിന്റെ വീട്ടിൽ പോയി ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന് അഖിൽമാരാർ ശക്തമായിട്ട് ആ ഒരു നിലപാടിനെ എതിർക്കുകയുണ്ടായി. തോന്നുന്നു അഖിൽജി അതിന് ശേഷം എനിക്ക് പറഞ്ഞത് പുള്ളി വാക്കുകൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് എത്ര കാശ് കൊടുത്താലും അവരുടെ മകനെ ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് മാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചുള്ളൂ. പണം കൊടുത്തത് കൊണ്ട് അവരുടെ നഷ്ടം ഒരിക്കലും മാറില്ല. പക്ഷെ അതപ്പം നമുക്ക് പബ്ലിക് മീഡിയ പ്ലാറ്റ്ഫോമിൽ അതൊരു ഏത് സമയത്ത് പോലും ഒരുപക്ഷെ മീഡിയ വരും. ഇപ്പം മീഡിയ വരുമോ ഇല്ലയോ എന്നുള്ളതാകരുത് അവിടുത്തെ പോയിന്റ്. പകരം നമ്മൾ അങ്ങനെ പോസിറ്റീവ്ലി സപ്പോർട്ട് ചെയ്യുന്നതിനെ നമ്മളത് മടി കാണിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല. എൻ്റെ ആൾക്കാരെ അറിയേണ്ട കാര്യം പ്രായോഗികമായി അവരുടെ ഏക മകനാണ്. അവരുടെ ലൈഫിൽ ഇനി വേറൊരു അത്താണിയില്ല. അവരെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്.